കെ ടി ജലീൽ നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. കെ ടി ജലീൽ, വെരി ഗുഡ് മോർണിംഗ് ശ്രീ കെ ടി ജലീൽ. വെരി ഗുഡ് മോർണിംഗ് ശ്രീ കെ ടി ജലീൽ, ആദ്യം സ്ട്രൈറ്റ് ആയിട്ട് ചോദിച്ചാൽ ഈ പി കെ ഫിറോസിനെതിരെ വ്യക്തിപരമായ ഒരു വൈരാഗ്യം തീർക്കുകയാണോ താങ്കൾ? അങ്ങനെ ഒരു ആരോപണം പൊതുവെ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ചില നേതാക്കളൊക്കെ പ്രകടിപ്പിച്ചു കേട്ടു. വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം എന്തിനു തീർക്കണം? അങ്ങനെ തീർക്കുകയായിരുന്നെങ്കിൽ അതൊക്കെ വളരെ മുമ്പ് ആയിരുന്നല്ലോ ചെയ്യേണ്ടിയിരുന്നത്. ഇത് ഇപ്പോ എനിക്ക് ചില ആളുകൾ കൈമാറിയിട്ടുള്ള രേഖകൾ പരിശോധിച്ചപ്പോൾ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ അപകടകരമാം വിധം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പിടിമുറുക്കി എന്നാണ് മനസ്സിലാകുന്നത്. അത് ലീഗ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് കൊണ്ടുപോയാൽ സാധാരണക്കാരായ, ഇപ്പം ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. എന്നെപ്പോലെ നിരവധി ആളുകൾ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നുണ്ട്. വലിയ സാമ്പത്തിക ശേഷിയില്ലാത്ത, ഭദ്രതയില്ലാത്ത ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ മുഴുവൻ ഇവര് ഈ കള്ളപ്പണത്തിന്റെ പിൻബലത്തിൽ തകർക്കുകയും നിലംപരിശാക്കുകയും ചെയ്താൽ സംശുദ്ധരായിട്ടുള്ള ആളുകൾ മുഴുവൻ മുസ്ലിം ലീഗിൽ നിന്ന്, യൂത്ത് ലീഗിൽ നിന്ന്, നേതൃപദവികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. ഇത് ഒരുതരം മാഫിയ രാഷ്ട്രീയം കേരളത്തിൽ UDF രംഗത്ത് വളർന്നു വരുന്നതിന് വലിയ സഹായം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, കുറച്ചു കാലങ്ങളായിട്ട് ഒരു ത്രയം UDFന്റെ യുവജന രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഫിറോസ്, പി കെ ഫിറോസ്. ഈ 3 പേരാണ് ഈ ത്രയത്തിലെ അംഗങ്ങൾ. ഇവരൊക്കെ പൊളിറ്റിക്കൽ റീലന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവർക്കൊക്കെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. ഇവരൊരു പോസ്റ്റ് ഇടുമ്പോഴേക്ക് 50,000 75,000 ആളുകൾ ലൈക്ക് ചെയ്യുന്നു. നിങ്ങൾ ഡോക്ടർ അരുൺകുമാർ ഇതൊക്കെ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പണം കൊടുത്ത് ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ ഇപ്പോൾ നിഷ്പ്രയാസം സാധിക്കും. വന്നാൽ ഇപ്പൊ പി കെ ഫിറോസിനെ പോലെയുള്ള ഒരു യുവ നേതാവ് 2021 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഒരു സത്യവാങ്മൂലം കൊടുക്കുന്നു. ആ സത്യവാങ്മൂലത്തിൽ അദ്ദേഹത്തിന് 47 ലക്ഷം രൂപയോളം ബാധ്യതയുള്ളതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ജോലി അഭിഭാഷകനാണ് എന്നാണ് അദ്ദേഹം ആ അഫിഡവിറ്റിൽ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ 2021 ശേഷം അദ്ദേഹം ഈ MB പോലെയുള്ള സ്ഥാപനങ്ങളുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ അഫിഡവിറ്റ് തെറ്റാണെന്ന് വരുന്നില്ല. അദ്ദേഹത്തെ പോലെ മിടുക്കനായ ഒരു യുവ നേതാവിനെ സംബന്ധിച്ച് ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങുന്നതിനോ പാർട്ട്ണർഷിപ്പ് നടത്തുന്നതിനോ നിയമം അനുവദിക്കുന്നുണ്ട്. അദ്ദേഹം ബാർ കൗൺസിൽ അംഗത്വം രാജിവെച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അദ്ദേഹത്തിന് വിദേശത്തൊരു ജോബ് കാർഡ് എടുത്ത് വിദേശത്തൊരു കമ്പനി തുടങ്ങുന്നതിനും തടസ്സമില്ല. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ 2021 ശേഷമാണ് പി കെ ഫിറോസിന്റെ ഒരു ഭാഗ്യം തെളിയുന്നതെങ്കിലോ? മിസ്റ്റർ അരുൺകുമാർ, ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരാൾക്ക് ലോട്ടറി കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം. ഭാഗ്യം കൊണ്ട് അയാൾക്ക് അത് കിട്ടിയതാണ് എന്ന്. ഒരു ബിസിനസ് സംരംഭം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു ബിസിനസ് സംരംഭം ഒരാൾ തുടങ്ങണമെങ്കിൽ അയാളുടെ കയ്യിൽ പണം വേണമല്ലോ. ആ നിക്ഷേപ പണം എവിടെ നിന്നാണ് അയാൾക്ക് കിട്ടിയത് എന്നുള്ളത് പ്രസക്തമല്ലേ? രാഷ്ട്രീയത്തിൽ ഒരുപാട് വ്യവസായ പ്രമുഖന്മാരുണ്ട്, കച്ചവടക്കാരുണ്ട്, വ്യാപാരികളുണ്ട്, ശരിയാണ്. അവരുടെയൊക്കെ തന്നെ ബാക്ക് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ അവർ കാലങ്ങളായിട്ട് വലിയ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളാണ്. ഫിറോസിനെ എപ്പോഴെങ്കിലും ഡോക്ടർ അരുൺകുമാർ ഒരു വ്യവസായ യുവ സംരംഭകൻ എന്നുള്ള നിലയിൽ അറിഞ്ഞിട്ടുണ്ടോ, പരിചയപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം അങ്ങനെ സ്വയം പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നിക്ഷേപം വേണ്ട വ്യവസായങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങൾ ഒരാൾ തുടങ്ങണമെങ്കിൽ അയാളുടെ കയ്യിൽ പണം വേണം. ആ പണം അയാൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ 2024 മുതൽ അല്ല അദ്ദേഹത്തിന് ഈ എംപ്ലോയ്മെന്റ് വിസ കാർഡ് ഉള്ളത്. അതിന് മുമ്പ് മുതൽക്ക് തന്നെ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇങ്ങനെ എംപ്ലോയ്മെന്റ് വിസ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഇൻഫർമേഷൻ പറയുന്നത്. 19/5/2024 നേരത്തെയുണ്ടായിരുന്ന ജോബ് കാർഡ് ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന രേഖയാണിത്. ഇത് പരിശോധിക്കണം. ഞാനിത് അരുൺകുമാറിന്റെ
കൊലീഗ്സിന്റെ അടുത്ത് കൊടുത്തയക്കാം, സഹപ്രവർത്തകരുടെ അടുത്ത് ഞാൻ കൊടുത്തയക്കാം. ഇത് പരിശോധിക്കണം. അപ്പൊ എന്ന് മുതൽക്കാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു കാർഡ് വെച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2021 അദ്ദേഹം താനൂരിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ജോബ് കാർഡ് ഉണ്ടായിരുന്നോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളൊരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അല്ല, അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പരിശോധന നടത്തേണ്ട ഒരു ഭാഗം. അതാണ് 2021 അദ്ദേഹം ബാർ കൗൺസിൽ അംഗമായിരിക്കെ ഒരു പ്രാക്ടീസിംഗ് ലോയർ ആയിരിക്കെ അഭിഭാഷകനായി ആണ് എന്ന് അദ്ദേഹം സത്യവാങ്മൂലത്തിൽ പറയുന്ന സമയത്ത് ചട്ടവിരുദ്ധമായി മറ്റേതെങ്കിലും ഒരു തൊഴിൽ ഏർപ്പെട്ടിരുന്നോ എന്നുള്ളതാണ്. അത് പുറത്തു വന്നാൽ അന്ന് കൊടുത്ത അഫിഡവിറ്റ് തെറ്റാണെന്ന് പറയും. അതിനകത്ത് പി.കെ. ഫിറോസിന് മറ്റ് ന്യായങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു സംശയം, പി.കെ. ഫിറോസ് ഇത് പറയുന്നത് 2021 ശേഷമാണ് ഈ ജോബ് കാർഡ് കിട്ടിയതെങ്കിൽ ആ വാദം നിലനിൽക്കും. പി.കെ. ഫിറോസിന്റെ ഭാഗം ശരിയാണെന്ന് പറയേണ്ടി വരും. 2021 ശേഷം ജോബ് വിസ വരികയും പിന്നീട് 24 വരെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം അദ്ദേഹം വിദേശത്ത് പോയി ഒരു വ്യവസായ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു വ്യാപാര സ്ഥാപനത്തിൽ സെയിൽസ് മാനേജറായിട്ട് പണിയെടുക്കുന്നു. അത് അദ്ദേഹത്തിന് ചെയ്യാമല്ലോ, ശ്രീ കെ.ടി. ജലീൽ. അത് നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമേ പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇപ്പൊ നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്ന ഈ തെളിവ് 19/5/2024 നേരത്തെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന എംപ്ലോയ്മെന്റ് വിസ ക്യാൻസൽ ചെയ്തു, പുതിയത് അദ്ദേഹത്തിന് ഇഷ്യൂ ചെയ്തു. ആ പുതിയതിന്റെ കാർഡാണ് ഇപ്പോൾ നമ്മളുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉള്ളത്. ഞാനാണ് അത് പുറത്തുവിടുന്നത്. എനിക്ക് അത് നൽകുന്നത് ഉത്തരവാദപ്പെട്ട മുസ്ലിം ലീഗിന്റെ ഗൾഫിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. KMCC-യുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്ക് ഇതൊക്കെ ശരിക്കറിയാം. പിന്നെ അരുൺകുമാർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന്റെ അവിടെ ഉണ്ട് എന്ന് പറയുന്ന കമ്പനി ഉണ്ടല്ലോ, ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയിൽ ആകെ 3 പേരേ ഉള്ളൂ. ആകെ 3 പേരാണ് ആ കമ്പനിയിലെ ജീവനക്കാരായിട്ട് ഉള്ളത്. അതിലൊന്ന് ഫിറോസ് പാലുല്ലക്കണ്ടിയിൽ മാമു, രണ്ടാമത്തെയാൾ റയീസ് മൂന്തോട്ടുതറമ്മൽ അബ്ദുറഹിമാൻ, മൂന്നാമത്തെയാള് അരട്ടൻകണ്ടി മുഹമ്മദ് അസ്ലം പുതുക്കുടി. ഈ 3 പേരാണ് ഈ കമ്പനിയിലെ ആകെ ജീവനക്കാര്. ആ ആകെ ജീവനക്കാരിൽ ഇവർ ഹോൾഡ് ചെയ്യുന്ന പോസ്റ്റും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെയാള് ഫിറോസ് സെയിൽസ് മാനേജർ, റയീസ് ഓഫീസ് മാനേജർ, അവസാനമുള്ള അസ്ലം ഹോൾഡ് ചെയ്യുന്നത് പറയാം. അസ്ലം ഹോൾഡ് ചെയ്യുന്ന പോസ്റ്റ്, അല്ല, ഇവർ 3 പേരും മാനേജർ തസ്തികയിൽ ജോലി ചെയ്യുന്നു അവിടെ. അപ്പൊ ആ കമ്പനിക്ക് MD ഒന്നും ഇല്ലേ? അതെ, ഇല്ല, MD ഇല്ല, അതിന് സ്വീപ്പർമാരില്ല, അതിന് ക്ലാർക്കുമാരില്ല, ഒന്നുമില്ല. ആരോപണങ്ങൾ ഗൗരവമുള്ള ആരോപണങ്ങൾ തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2021 അഭിഭാഷകൻ എന്ന് സത്യവാങ്മൂലം നൽകിയ ആൾക്ക് മറ്റൊരു ജോബ് കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചട്ടവിരുദ്ധമാണ്.